പാർവതി അടുക്കളയിലേക്ക് ചെന്നിട്ട് ദേവന് വേണ്ടി ഒരു കോഫി തയ്യാറാക്കി. അപ്പോഴൊക്കെ അവൻ കുറച്ചു മുന്നേ പറഞ്ഞ വാചകങ്ങളാണ് അവളുടെ മനസ്സിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. തന്നെ ഉപദ്രവിക്കില്ല എന്നുള്ളത് സത്യമാണോ, അതോ എന്തെങ്കിലും കാര്യം കാണാനുള്ള തന്ത്രമാണോ? അതായിരുന്നു അവൾക്ക് സംശയം. എന്തൊക്കെയായാലും ഒന്ന് രണ്ട് ദിവസം ഇവിടെ നിന്ന് നോക്കാം, എന്നിട്ടാവാൻ ബാക്കിയെന്ന് അവൾ ഓർത്തു. കോഫിയുമായി നേരെ അവൾ മുകളിലെ മുറിയിലേക്ക് പോയി. ദേവന് കൊടുക്കുകയും ചെയ്തു. എടോ, എൻ്റെ അച്ഛമ്മ ഇവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു അറിയിപ്പ് ലഭിച്ചതാ, താനൊന്ന് കരുതിയിരുന്നോണം. ഞാനോ? ഞാനിങ്ങനെ? അവൾക്കാകെ പേടിയായി. അച്ഛമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ താൻ മറുപടി കൊടുത്താൽ മതി. എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. നമ്മൾ തമ്മിൽ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്ന് ചോദിക്കും. അപ്പോൾ താൻ പറയണം, ഗുരുവായൂരമ്പലത്തിൽ 2-3 വർഷം മുമ്പ് തൊഴാനായി വന്നിരുന്നു. അപ്പോൾ അവിടെ താനും വന്നിരുന്നുവെന്ന്. അത് നുണയല്ലേ ദേവേട്ട? അതേന്നത് എനിക്കറിയില്ലേ. പിന്നെന്താ ഇങ്ങനൊരു ചോദ്യം? എനിക്ക് ഇങ്ങനെ നുണ പറഞ്ഞ ശീലമില്ല. ഇനി ശീലം ആക്കണമല്ലോ. തൽക്കാലം ഞാൻ പറയും പോലെ താൻ അച്ഛമ്മയോട് പറഞ്ഞാൽ മതി. താനും തൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഗുരുവായൂരമ്പലത്തിൽ വന്നത്. അവിടെ വെച്ച് ഒരു കല്യാണത്തിൽ പങ്കെടുക്കുവാനായിരുന്നു വന്നതെന്ന് പറയണം. ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ അനുജത്തിയുടെ കല്യാണത്തിന് അവിടെ എത്തി. അങ്ങനെ തമ്മിൽ കണ്ടു മടങ്ങി. അന്ന് വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നതെന്നും അന്ന് ഞാൻ തന്നോട് ഫോൺ നമ്പരൊക്കെ വാങ്ങിയെന്നും പിന്നീട് അതൊരു സ്നേഹബന്ധത്തിലേക്ക് വഴിമാറിയെന്നും അച്ഛമ്മയോട് പറഞ്ഞാൽ മതി. ഇത് തന്നെയായിരിക്കണം ബാക്കി എല്ലാവരോടും പറയുന്നത്. കേട്ടല്ലോ? എനിക്ക് പേടിയാ ദേവേട്ട. ഉള്ള സത്യങ്ങൾ ദേവേട്ടൻ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്ക് പ്ലീസ്. പാർവതിയാണെങ്കിൽ അവനെ നോക്കി കണ്ണു നിറച്ചു. എടോ, തന്നോട് പറയുന്നതനുസരിച്ചാൽ മതി. ഇങ്ങോട്ട് കൂടുതൽ സംസാരം വേണ്ട. അവൻ വഴക്കു പറഞ്ഞതും പാറു തല താഴ്ത്തി. കോഫി ഗ്ലാസ് അവൻ പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. അസൽ കോഫിയായിരുന്നു കേട്ടോ, കൊള്ളാം. അവൻ അവളെ അഭിനന്ദിച്ചു. പുറത്തൊരു വാഹനം വന്ന് നിൽക്കും പോലെ പാർവതിക്ക് തോന്നി. ഡോ, അച്ചമ്മ വന്നു. താൻ വാ, നമുക്ക് പരിചയപ്പെടാം. ദേവൻ മുന്നോട്ട് നടന്നതും പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ദേവേട്ട, എനിക്ക് സത്യമായിട്ടും പേടിയാ. പാർവതി തന്നോട് എത്ര വട്ടം പറഞ്ഞു ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന്? ഞാൻ പറഞ്ഞത് അത്രയും താൻ അച്ഛമ്മയോട് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. അവൻ പാർവതിയുമായിട്ട് താഴേക്ക് പോയി. ഡോർ തുറന്നതും അച്ഛമ്മ പുറത്തു നിൽക്കുന്നത് ദേവൻ കണ്ടു. അവരുടെ മിഴികൾ ദേവനെയും പിന്നിട്ട് പിറകിലേക്ക് വന്നു. അവൻ്റെ പിന്നിലായി പതിഞ്ഞു നിൽക്കുന്ന ഒരു ഇത്തിരി പോന്ന പെൺകുട്ടി. മുഖം ഉയർത്താതെ ഇരു കൈകളുടെയും വിരലുകൾ കൂട്ടിയും കിഴിച്ച് നിൽക്കുകയാണവൾ. അവരുടെ നോട്ടം കണ്ടതും അവൾ പിന്നെയും അവൻ്റെ പിന്നിലേക്ക് പതുങ്ങിക്കൂടി നിന്നു. കുട്ടി ഇവിടെ വരൂ, അച്ഛമ്മ പറഞ്ഞതും അവളുടെ മിഴികൾ ഒന്ന് പിടച്ചു. പേടിക്കണ്ട, വരൂ കുട്ടി, അവർ വീണ്ടും വിളിച്ചു. എന്താ പേര്? പാർവതി, അവൾ മെല്ലെ പറഞ്ഞു. എത്ര നാളായി എൻ്റെ ചെറുമകനുമായിട്ട് നീ പ്രണയം തുടങ്ങിയിട്ട്? അവർ ചോദിച്ചതും പാർവതി ഞെട്ടി. ദയനീയമായി അവൾ അവനെ നോക്കി. പറയൂ, നിന്റെ ഉത്തരം സത്യസന്ധമായിരിക്കണം. അച്ഛമ്മേ. ദേവ, നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചില്ല, ഈ കുട്ടി പറയട്ടെ. പാർവതി ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും ദേവൻ തന്നെയാണ് ഗുരുവായൂരമ്പലത്തിലെ കഥകൾ പറഞ്ഞത്. സത്യമാണോ കുട്ടി? അവർ ചോദിച്ചതും പാർവതി തലകുലുക്കി. അപ്പോഴാണ് അവൻ ആശ്വാസമായത്. ആളുകളുടെ ഒക്കെ മുമ്പിൽ ഞങ്ങളെല്ലാവരും തല കുമ്പിട്ട് നിന്നു. നിനക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഇന്ന് നിന്നെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുമായിരുന്നോ മോനെ? അച്ചമ്മയ്ക്ക് വാക്കുകൾ ഇടറി. എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞു, പക്ഷെ അവർ കേട്ടില്ല. പിന്നെ ഞാൻ എന്തു വേണം? ആര് പറഞ്ഞു? ഒക്കെ കള്ളമല്ലേ മോനെ? അല്ല, ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ കൗസല്യ മാഡം എന്നെ വഴക്കു പറഞ്ഞു. സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാൽ വിവരം അറിയൂന്ന് പറഞ്ഞു. യാതൊരു കാരണവശാലും ഞാനും പാർവതിയുമായിട്ടുള്ള വിവാഹത്തിന് അമ്മ സമ്മതിച്ചു തരില്ലെന്നും എന്ത് വിധേനയും അത് എതിർക്കുമെന്നും പറഞ്ഞു.
പിന്നെ ഞാനെന്ത് ചെയ്യണം? ഇവിടെ ഉപേക്ഷിക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ നിൽക്കുന്ന പാർവതിയെ മാത്രമാണ്. അതുകൊണ്ട് ആരൊക്കെ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനിവളെ എൻ്റെ കൂടെ കൂട്ടുക തന്നെ ചെയ്യും. മോനെ. അതെ അച്ഛമ്മേ. അച്ഛമ്മ ഇപ്പം ആരുടെയും വക്കാലത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യവുമില്ല. വേറെ എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ അച്ഛമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. എൻ്റെ കൂടെ നിൽക്കാം. യാതൊരു കുഴപ്പവുമില്ല. ദേവ, ജന്മം തന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് എന്തിനാ മോനെ ഈ ശാപമൊക്കെ നീ പേറുന്നത്? അച്ഛമ്മ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചോദിച്ചതും ദേവനൊന്നും മിണ്ടിയില്ല. നല്ലത് വരട്ടെ. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ തറവാട്ടിലേക്ക് വരണം മോളെ. അവർ പറഞ്ഞതും വെറുതെ അവൾ തലകുലുക്കി. അച്ഛമ്മ പാർവതിയുടെ കവളിൽ ഒന്ന് തലോടിയ ശേഷം ദേവനെ നോക്കി. വരില്ലേ മോനെ നീ തറവാട്ടിലേക്ക്? വരാം. എന്ന്? ഒരിക്കൽ വരാം. എൻ്റെ എൻ്റെ ചിത എടുക്കുമ്പോഴാണോ കുട്ടി? അച്ഛമ്മ വെറുതെ ആവശ്യമില്ലാത്ത പറയാതെ. ചെല്ല്, സമാധാനത്തോടെ ചെല്ല്. അവനും ഒന്നുകൂടെ പറഞ്ഞതും അച്ഛമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഓ, മല പോലെ വന്ന എലി പോലെ പോയി. പറഞ്ഞുകൊണ്ടവൻ ചിരിച്ചതും പാർവതി ദേവനെ നോക്കി. ചിരിക്കുമ്പോൾ കവളിൽ വിരിയുന്ന അവൻ്റെ നുണക്കുഴി അവൾക്ക് വല്ലാത്ത കൗതുകം തോന്നി. മഹാദേവൻ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. വെറുതെ മുഖം ചിരിച്ച് നോക്കിയപ്പോൾ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന പാർവതിയെ അവൻ കണ്ടു. പെട്ടെന്ന് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ പാർവതി? അവൻ ഉറക്കെ ചോദിച്ചതും അവൾ എരിവ് വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. പാർവതി, എന്തോ വിളി കേട്ടുകൊണ്ട് അവൾ ദേവൻ്റെ അരികിലേക്ക് ഓടി വന്നു. തനിക്കവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ഉണ്ട്, പെട്ടെന്ന് അവൾ പറഞ്ഞു. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കൊന്ന് പോകണം. കഥക് പൂട്ടിയിട്ട് അകത്തിരുന്നോളൂ. സെക്യൂരിറ്റീസ് 3 പേര് വെളിയിലുണ്ട് കേട്ടോ. അവൾ തലകുലുക്കി. എന്നിട്ട് അവനെ ദയനീയമായി നോക്കി. ഞാൻ പെട്ടെന്ന് വരും, പേടിക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് അവനൊരു ഫോണെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതിൽ എൻ്റെ നമ്പറുണ്ട്. ആദ്യം ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ്, വിളിച്ചാൽ മതി. അവൾ വീണ്ടും തലകുലുക്കി. ഇനി ആരെങ്കിലും വരുമോ ഇങ്ങോട്ട്? ഇല്ല. അഥവാ വന്നാലും എൻ്റെ അനുവാദമില്ലാതെ ആരും ഈ കോമ്പൗണ്ടിൽ കടക്കില്ല. ദേവൻ കാറിൻ്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും പാറു വന്നിട്ട് ഡോർ ലോക്ക് ചെയ്തു. തിരികെ അടുക്കളയിലേക്ക് പോയി. കുറച്ച് പച്ചക്കറികൾ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ചെടുത്ത് വെള്ളത്തിലേക്കിട്ടു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. നോക്കിയപ്പോൾ ദേവൻ. പാർവതി ഫോണെടുത്ത് വെച്ചു. ഫുഡൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നോളാം, താനൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അവൾ മൂളി. തിരികെ അടുക്കളയിൽ നിന്നും ഇറങ്ങി അവൾ മുകളിലെ മുറിയിലേക്ക് പോയി. ജനാലയുടെ ഓരത്ത് വന്ന് നിന്ന് മുറ്റത്തേക്ക് നോക്കി. അതിവിശാലമായ ഒരു മുറ്റമാണ്. ഒരുപാട് ചെടികളുണ്ട്. എല്ലാം പുതിയ മോഡൽ ചെടികളായതുകൊണ്ട് അവൾക്കതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു. ഇത്തിരി നേരം അവൾ അതൊക്കെ നോക്കിക്കൊണ്ട് മുറിയിൽ നിന്നു. പെട്ടെന്നായിരുന്നു കോളിംഗ് ബെൽ ശബ്ദിച്ചത്. പാർവതിക്ക് വല്ലാത്ത ഭയം തോന്നി. ആരാണ് വന്നതെന്നറിയുവാനായി താഴേക്ക് ഇറങ്ങിപ്പോകാൻ പോലും അവൾക്ക് പേടിയായി. ഫോൺ എടുത്തിട്ടവൾ പെട്ടെന്ന് ദേവനെ വിളിച്ചു. അത് സെക്യൂരിറ്റിയാണ്, താൻ വാതിൽ തുറന്നോളൂ എന്ന് അവൻ പറഞ്ഞു. ദേവൻ്റെ നിർദ്ദേശം ലഭിച്ചതും പാർവതി വേഗം ചെന്ന് വാതിൽ തുറന്നു. മോൾക്ക് കഴിക്കാനുള്ള ഫുഡാണ്. ഒരു കവർ അവളെ ഏൽപ്പിച്ചിട്ട് അയാൾ തിരിച്ചുപോയി. വാതിലടയ്ക്കാൻ തുടങ്ങിയതും മറ്റൊരു വണ്ടി കൂടി മുറ്റത്ത് വന്ന് നിന്നത് പാർവതി കണ്ടു. അതിസുന്ദരിയായ ഒരു യുവതി കാറിൽ നിന്നിറങ്ങി. ശരവേഗത്തിൽ അവർ പാഞ്ഞെത്തി. മാഡം, അകത്തേക്കാരും കയറരുതെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. സെക്യൂരിറ്റി ഓടി വന്നതും ആ സ്ത്രീ അയാളുടെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. എന്നോട് കൽപ്പിക്കാൻ നീ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ആ സ്ത്രീ അയാളുടെ നേരെ ആക്രോശിച്ചു. എന്നിട്ട് പാർവതിയുടെ നേരെ പാഞ്ഞു വന്നു. എൻ്റെ ഭർത്താവാകാൻ പോയവനെ തട്ടിയെടുത്തല്ലടി നീ. അവൾ പാർവതിയുടെ ദേഹം പിടിച്ചൊലിച്ചു. അപ്പോഴേക്കും പാർവതി വീണു പോയിരുന്നു. ബാക്കി സെക്യൂരിറ്റീസ് വന്ന് അവളെ പിടിച്ചു മാറ്റി. മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സാറ് വന്നിട്ട് മതി, ഇവിടെ വെച്ച് വേണ്ട. സാറോ? അവൻ്റെ സാറ്? റോഷൻ? ആ സ്ത്രീ ഉറക്ക വിളിച്ചതും ഒരുവൻ ഓടി വന്നു. അപ്പോഴേക്കും പാർവതി എഴുന്നേറ്റു.
ഇവളെ നമ്മുടെ വണ്ടി കയറ്റ്. കളി ഇനി ദേവനോടാണ്, ഇവളെ വെച്ച്. ആ സ്ത്രീ ഒന്ന് ഞൊടിച്ചതും പാർവതി പേടിച്ചു വിറച്ചുകൊണ്ട് കൈകൂപ്പി. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണ്. അവൾ കരഞ്ഞു. പാവം? നീയോ? കൊള്ളാലോ. പാവത്തിനെ ഒന്നുകൂടെ കാണട്ടെ. റോഷൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിക്കാൻ തുടങ്ങിയതും ദേവിൻ്റെ സെക്യൂരിറ്റീസ് വന്നിട്ട് അയാളെ പിടിച്ചു മാറ്റി. പിന്നീട് റോഷനും സെക്യൂരിറ്റീസും തമ്മിൽ ഉഗ്രൻ വഴക്കായി. ചീറിപ്പാഞ്ഞ് ദേവന്റെ വാഹനം വരുന്നത് എല്ലാവരും കണ്ടു. വണ്ടി നിന്ന് ചാടിയിറങ്ങി മീനാക്ഷിയെ നല്ലറി വിളിച്ചുകൊണ്ട് അവൻ പാഞ്ഞു വന്നു. ഒപ്പം അവളുടെ കരണം പുകച്ചു കൊടുക്കുകയും ചെയ്തു. എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കൈവയ്ക്കാറായോ നീയെന്ന് ചോദിച്ച് തലങ്ങും വിലങ്ങും അടിച്ചു. ഒപ്പം അവളുടെ രക്ഷകനായ റോഷനിട്ടും പൂശി. ദേവേട്ട, വേണ്ട ദേവേട്ട. പാർവതി വന്നിട്ട് അവനെ പിടിച്ചു മാറ്റി. എനിക്ക് പേടിയാവുന്നു ദേവേട്ട, പ്ലീസ്. അവൾ അവൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കൂടി. മീനാക്ഷി കാണുന്നത് ദേവനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന പാർവതിയാണ്. അവളുടെ ക്ഷോഭം വർദ്ധിച്ചു. ഡാ മഹാദേവ, നീ എന്നെ ചതിച്ചു. ഇതിന് പകരം ഞാൻ വീട്ടിയിരിക്കും, നീ കണ്ടോ. അവനെ വെല്ലുവിളിച്ചുകൊണ്ട് മീനാക്ഷി നടന്നുപോയി. ഒരു പ്രകാരത്തിൽ റോഷനും. ദേവൻ മുഖം താഴ്ത്തി നോക്കിയപ്പോൾ കണ്ടു ഒരു കിളിക്കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന പാർവതിയെ. തുടരും.